നാണാവൂലെങ്ങൾക്ക് സോ ബാഡ് കേട്ടോ. കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് മോഡി സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടത്രേ. ചിരിക്കാതെ പറ്റുമോ? ഈ ഹൈവേയും റെയിൽവേ മോഡേണൈസേഷനും വിഴിഞ്ഞം പോർട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ ഇതാണ് വരുന്ന കാലത്ത് ഈ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ പോളിസി. അയ്യോ എനിക്ക് വയ്യേ. ആരാണ് ഈ പറയുന്നത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് മോഡി സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടത്രേ. ചിരിക്കാതെ പറ്റുമോ? അറിയില്ലേ, ദേശീയപാത 5000 കോടി രൂപയാണ് കേന്ദ്രത്തിന് നൽകിയത്. അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും വരുന്നുണ്ട് നമ്മളെ BJP. ദേശീയപാതയ്ക്കെതിരെ കീഴാറ്റൂരിൽ സമരം ചെയ്തത് മറന്നുപോയോ BJPക്കാരെ? ഇനി വിഴിഞ്ഞം തന്നെ എടുത്താലോ? ഒരു നയാ പൈസ മുടക്കിയോ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട്? 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളത്തിന് നൽകേണ്ടതാണ്. പൂർണ്ണമായും സഹായമായി നൽകാമെന്നാണ് കരാർ. അത് പാലിച്ചില്ല. മുഖ്യമന്ത്രി നിരവധി തവണ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, സഹായിച്ചില്ല. ഒരക്ഷരം മിണ്ടിയോ BJP? രാജീവ് ചന്ദ്രശേഖരൻ അന്നേരമൊക്കെ എവിടെയായിരുന്നു? അവസാനം വായ്പയായിട്ടാണ് ഫണ്ട് ഉപയോഗിച്ചത്. BJP ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പണം നൽകുമായിരുന്നില്ലേ? ഞങ്ങൾ വികസിത കേരളത്തിന് വേണ്ടി നിൽക്കുകയാണെന്നല്ലേ എപ്പോഴും പറയാറുള്ളത്. എന്നിട്ടിപ്പോൾ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണാവൂലെങ്ങൾക്ക് സോ ബാഡ് കേട്ടോ. പിന്നെ മോഡി വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. പണ്ട് കുമ്മനം ചെയ്തതുപോലെ കുമ്പിടിയാകാനാണ് ശ്രമമെങ്കിൽ കൂകി വിളിക്കും നാട്ടിലെ മനുഷ്യന്മാര്. നോക്കിക്കോ. 2-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ ഒരു പ്രധാനമായ ഒരു അടിസ്ഥാന സൗകര്യം, ഒരു പ്രധാനമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആയ വിഴിഞ്ഞം പോർട്ടിനെ ഇനോഗ്രേറ്റ് ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്. വേറൊരു കൂട്ടരുണ്ട്, അവര് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ അവകാശികൾ എന്നാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ലാറ്റിൻ കത്തോലിക്ക സഭ സമരം ചെയ്തത് ഓർമ്മയുണ്ടോ? ആ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയവരാണ് UDF. എന്തായിരുന്നു സമരക്കാരുടെ ആവശ്യം? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കുക, പദ്ധതിയെക്കുറിച്ച് സമഗ്ര പഠനം നടത്തുക. സമരത്തിന് സമരപന്തലിൽ ചെന്ന് വിജയം ആശംസിച്ച നേതാവിന്റെ പേരെന്താ മോനെ? എന്തുവാ? ഇതൊന്ന് കേട്ടോക്ക്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. വിജയം നേടും വരെയും നമുക്ക് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞങ്ങൾ കൂടി ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ. ഇതിനിടയിൽ അതാ വരുന്നു ഒരു നേതാവിന്റെ വെല്ലുവിളി. ആരാന്നല്ലേ? സ്ഥലം MLA സാക്ഷാൽ M. വിൻസെന്റ്. പ്രതിഷേധ യോഗങ്ങളിൽ ഇതേ ആവശ്യം ഉന്നയിച്ചതാണ്. അതിന്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ചാനലിലൂടെ വിടാൻ പറ്റുമോ? പ്രതിപക്ഷത്തെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഈ തുറമുഖത്തിനെതിരായി തുറമുഖം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാചകം എവിടെയെങ്കിലും പറഞ്ഞിട്ടൊന്ന് കാണിച്ചാൽ ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഇതാ തെളിവ്. ഇനി എപ്പോഴാണ് രാജിവെക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ KPC പ്രസിഡന്റായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. പാർട്ടി സ്റ്റാൻഡ് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പം നിർത്തിവെക്കണം. രാജിവെക്കുന്നൊന്നും കരുതുന്നില്ല. ആള് കോൺഗ്രസ്സുകാരനാണല്ലോ. പക്ഷെ വെല്ലുവിളിയുമായി ഇങ്ങ് വരരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.